നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നിരവധി വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് ലെന. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ താരത്തിനായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ ലെന പങ്കുവെക്കാറുമുണ്ട്. വളരെ പെട്ടെന്നാണ് അവ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം മാറാറുള്ളതും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടി ആത്മീയതയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഈ നടിക്കെതിരെ വരികയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുറേ അനുകൂലമായ കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപാണ് താൻ വിവാഹിതയായി എന്ന രഹസ്യം ലെന പരസ്യപ്പെടുത്തിയത്. ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലെനയുടെ ഭർത്താവ്. 2024 ജനുവരി 17 വിവാഹം നടന്നുവെങ്കിലും ലെന അത് ആരെയും അറിയിച്ചിരുന്നില്ല. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ച പശ്ചാത്തലത്തിലാണ് ലെന തൻ്റെ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതും. ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകം പ്രകാശനം ചെയ്ത പശ്ചാത്തലത്തിൽ ലെന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം നടന്നത്. പ്രണയമല്ല, വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ് ഈ വിവാഹം എന്നാണ് ലെന പറഞ്ഞത്. ഇപ്പോഴിതാ ഈ ജീവിതം സമ്മാനിച്ചതിന് ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് നന്ദി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ലെന. ലെന പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്ദി എൻ്റെ പ്രണയമേ, ഈ മനോഹരമായ പുതിയ ജീവിതം സമ്മാനിച്ചതിന് എൻ്റെ ആൾക്ക് നന്ദി. ഇത് പറഞ്ഞാണ് റോസ് പൂക്കളുടെ ബൊക്കയും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ലെന പങ്കുവച്ചിട്ടുള്ളത്. ബർത്ത്ഡേ, പ്രണയം, പുതിയ ജീവിതം എന്നൊക്കെയാണ് പോസ്റ്റിന് ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണിലെ തിളക്കം കണ്ടാലറിയാം ഈ ജീവിതം നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത്. ലെനയുടെ പുതിയ ജീവിതത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും ഒരുപാട് വരുന്നുണ്ട്. പാലക്കാട് നെന്മാറ പഴയഗ്രാമം സ്വദേശിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ചിറ്റിലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയാട് പൂളങ്ങാട്ട് പ്രമീളയുടെയും 2ാമത്തെ മകനാണ്. 4ാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം അച്ഛൻ്റെ ജോലിസ്ഥലമായ കുവൈറ്റിലും പിന്നീട് +2 വരെ പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലുമാണ് പഠിച്ചത്. പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു. ഇവിടെ പരിശീലനം പൂർത്തിയാക്കി 1999 ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി. US എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് 1ാം റാങ്കോടെയാണ് ബിരുദം നേടിയിട്ടുള്ളത്. 1998 ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സ്വേർഡ് ഓഫ് ഓണർ സ്വന്തമാക്കിയിട്ടുണ്ട്. ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ലെന. മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായാണ് ജോലി ചെയ്തിട്ടുള്ളത്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള സിനിമയിൽ തിരക്കേറിയ താരമായി മാറിയിരിക്കുകയാണ് ലെന ഇപ്പോൾ. 2004 ജനുവരി 16 മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു. പിന്നീട് ആ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു. ഇതേസമയം മാനസികാരോഗ്യത്തെക്കുറിച്ചും മുൻജന്മത്തെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി നടി ലെന വന്നിരുന്നു. ഈ ലോകത്ത് മുൻജന്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആദ്യത്തെയാൾ താനാണോ എന്നാണ് നടി ചോദിച്ചിരുന്നത്. അങ്ങനെ തോന്നുന്ന രീതിയിലാണ് തനിക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്നാണ് ലെന അന്ന് വ്യക്തമാക്കിയതും. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കുറ്റവും കാണുന്നൊന്നുമില്ല. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചെറിയ വീഡിയോകളെല്ലാം റീലുകളായി കാണുമ്പോഴുള്ള തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ലെന വിശദീകരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയത് നല്ല കാര്യമാണെന്നും ലെന അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു.